ഗൈസ് അപ്പോൾ ഇന്നൊരു ചെക്കൻ വീട് കാണൽ ചടങ്ങാണ് ഗൈസ്. അതെ, സുജിക്ക്. അപ്പോൾ അതായത് ആതിരുടെ വീട്ടുകാരിന്ന് സുജിയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, വന്നവരൊക്കെ ഒന്ന് സെറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടാവും. എനിക്കൊരു ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ പ്രസാദാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അമ്മ വന്ന് എല്ലാവരോടും സംസാരിക്കുക കാര്യങ്ങൾ. ചെക്കൻ എവിടേക്കൊക്കെയോ പോകുന്നുണ്ട്. സുജിനെ തിരഞ്ഞിട്ടാണ് സംഭവം. സുജി പുറത്തായിരുന്നു. അപ്പോൾ അവൻ വന്ന ശേഷം അവനെയും തിരഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്നേഹമാണ് അവന്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് വരികയാണ്. അങ്ങനെ പിന്നെ കുട്ടീനെ എടുത്തിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് ചെക്കൻ പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ആവുകയാണ് ഗൈസ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ നിന്നിട്ട് സംസാരിക്കുക കാര്യങ്ങളാവുക. സുജിക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കില്ല വിട്ടു. അങ്ങനെ രഞ്ജു എടുത്ത് ചെറുത് പോയി പറ്റിയിരിക്കണോ അറിയില്ല. അത് അങ്ങനെ വേറെ ആരുടെ അടുത്ത് അങ്ങനെ പോവില്ല. പിന്നെ ബാക്കിയുള്ളവരിനെ നോക്കിയിട്ട് സുജി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ള പറയണം. ആക്ച്വലി ഞാൻ അവൻ ചായ കൊടുക്കാൻ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുട്ടി ഉണ്ടെന്നുള്ളത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അവൻ കുനിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ വിചാരിച്ച് ചായ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ അവരുടെ ഹോളാണ് വീട്ടിൻ്റെ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രഞ്ജു ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അവിടുത്തെ അമ്മായിമാരും മേമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ സൂപ്പറാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും തമ്മിലിരുന്ന് സംസാരിക്കുക. ഞാനാണ് സത്യത്തിൽ മിസ് ചെയ്തതെന്ന് പറയുന്നത്. എനിക്ക് അത്രയും ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചു, പക്ഷേ എനിക്ക് വരാൻ പറ്റാണ്ടായി. അങ്ങനെ രഞ്ജു അവരോടൊക്കെ സംസാരിച്ച് അവരോടൊക്കെ ഒന്ന് സെറ്റായി. ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ, സുജി, പ്രസാദ് ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തിരുന്നിട്ട് ഒന്ന് എല്ലാവരുമായിട്ട് ഒന്ന് സംസാരിക്കുക, പരിചയപ്പെടുക. കാരണം അങ്ങനെയുള്ള സമയത്ത് എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ അത്യാവശ്യം ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. കാണുന്ന പോലെ എല്ലാ വീഡിയോയിലും ഇവർ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അങ്ങനെ ഇവർ ബാക്കിയുള്ളവർക്ക് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫുള്ള് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവരവിടെ കഥ പറഞ്ഞിട്ടിരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ബൈ, നാളെ കാണാം.